ഉഗ്രശക്തിയുള്ള ദേവി എന്ന നിലയിലും ഭക്തരുടെ ആഗ്രഹങ്ങൾ അതിവേഗത്തിൽ നടത്തിക്കൊടുക്കുന്ന ദേവി എന്ന നിലയിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിപ്രാധാന്യമുള്ള ആരാധനാലയമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ എന്ന പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ തങ്ങളുടെ വിവിധ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കായി ഇവിടെ എത്തി കാടാമ്പുഴ ഭഗവതിയെ ആരാധിക്കുന്നു. വനദുർഗയായി സങ്കല്പിക്കപ്പെടുന്ന കിരാതരൂപത്തിലുള്ള ശ്രീപാർവതിയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തിയെങ്കിലും വിശേഷമായി ഒരു പ്രതിഷ്ഠ ഇല്ല എന്നതാണ് കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഭക്തൻ കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം തന്നെ കാണുന്ന ഭക്തനും ഭഗവതിയും ഒന്നാണെന്ന അദ്വൈത വിശ്വാസമാണ് കാടാമ്പുഴയിലെ ആരാധനയെ മുന്നോട്ട് നയിക്കുന്നത്. കാടാമ്പുഴ ക്ഷേത്രത്തിലെ ഈ പ്രത്യേകതയ്ക്ക് പിന്നിൽ ഐതിഹ്യവും വിശ്വാസപരവുമായ ഒരു കഥയുണ്ട് പറയാൻ. കാടാമ്പുഴ എന്ന വാക്കിനർത്ഥം കാട്ടിലെ അമ്പിന്റെ ഉറവ എന്നാണ്. മഹാഭാരതത്തിലെ കിരാതപർവത്തിൽ കിരാതരായി വേഷം മാറിയെത്തിയ ശിവപാർവതിമാർ അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ അർജുനനുമായി യുദ്ധത്തിലേർപ്പെട്ടെന്നും അർജുനൻ പരാജയപ്പെട്ടെന്നും ഐതിഹ്യം. ശ്രീശങ്കരാചാര്യരുടെ മുന്നിൽ ഒരു ജ്യോതിസായി ദേവി പ്രത്യക്ഷപ്പെടുകയും ആ ജ്യോതിസ് ലയിച്ച് അപ്രത്യക്ഷമായ ദ്വാരത്തിൽ ദേവിയെ സങ്കല്പിച്ച് പ്രതിഷ്ഠ നടത്തിയെന്നും പ്രതിഷ്ഠാപരമായ ഐതിഹ്യം. പുരാണകഥ ഇങ്ങനെ: പാണ്ഡവരുടെ വനവാസകാലത്ത് വനവാസം കഴിഞ്ഞാൽ യുദ്ധം അനിവാര്യമെന്ന് മനസ്സിലാക്കിയ അർജുനൻ അതീവ ശക്തിയുള്ള പാശുപതാസ്ത്രം ലഭിക്കുന്നതിനായി ശിവനെ തപസ് ചെയ്തു. അർജുനന്റെ തപസ്സിൽ സംതൃപ്തനായെങ്കിലും അർജുനന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ കാട്ടാളനും കാട്ടാളത്തിയുമായി ശിവനും പാർവതിയും വേഷം മാറി അർജുനനടുത്തെത്തി. ഈ സമയം തന്നെ അർജുനന്റെ തപസ്സിന് വിഘ്നം സൃഷ്ടിക്കാൻ ദുര്യോധനൻ മൂകാസുരനെ കാട്ടുപന്നിയായി വേഷം മാറ്റി അയച്ചിരുന്നു. അർജുനനരികിലെത്തിയ പന്നി രൂപത്തിലുള്ള മൂകാസുരനെ കാട്ടാളനായെത്തിയ ശിവനും തപസ്സിൽ നിന്നുണർന്ന അർജുനനും അമ്പെയ്തു വധിച്ചു. ആരാണ് അമ്പെയ്തു വധിച്ചത് എന്നതിനെ ചൊല്ലി കിരാതരൂപിയായ ശിവനും അർജുനനും വാക്പോരിലേർപ്പെടുകയും യുദ്ധം പ്രഖ്യാപിക്കുകയുമുണ്ടായി. ഇതുകണ്ട പാർവതി ശിവനെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. സത്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അർജുനൻ വിശ്വസിക്കാതെ പാർവതിയെയും അപമാനിച്ചു. ഇതോടെ കോപം പൂണ്ട പാർവതി അർജുനൻ എയ്തുവിടുന്ന അമ്പുകളെല്ലാം പൂക്കളായി മാറട്ടെയെന്നും ആവനാഴിയിൽ അമ്പുകളില്ലാതാകട്ടെയെന്നും ശപിച്ചു. അങ്ങനെ യുദ്ധത്തിൽ പരാജിതനായി സത്യം തിരിച്ചറിഞ്ഞ അർജുനൻ ശിവപാർവതിമാരോട് മാപ്പ് പറയുകയും ശിവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തെന്നാണ് ഐതിഹ്യം. ക്ഷേത്രം ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ്. 1500 ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട്. ഇത് നന്നായി നടന്നു പോകുന്നൊരു ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ചടങ്ങുകൾ മുട്ടറക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. മുട്ടറക്കൽ, പൂമൂടൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ. പിന്നെ രക്തപുഷ്പാഞ്ജലി, ദേഹപുഷ്പാഞ്ജലി, നെയ്വിളക്ക്, മാല, ത്രികാല പൂജ, ഗണപതി ഹോമം, ഇങ്ങനെ കുറേ വഴിപാടുകളുണ്ട്. അധികം ആളുകൾ വരുന്നത് നാളികേരം അടയ്ക്കാനും അവരുടെ കാര്യസാധ്യത്തിനും വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അത് ഇവിടെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചൊവ്വ ദിവസങ്ങളിലൊക്കെ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്നത്. പിന്നെ ഒരു 10,000, 5,000, 10,000 ഒക്കെ കണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആളുകൾ വന്നു പോകുന്നുണ്ട്. ഇട ദിവസങ്ങളിൽ കുറവായിരിക്കും. മറ്റു ക്രമീകരണങ്ങളും നമ്മളിവിടെ പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ നമ്മൾ പ്രാതൽ ചായ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് എല്ലാവരും വരുന്ന എല്ലാവർക്കും നമ്മൾ പിന്നെ ചോറ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഊണ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അമ്പലത്തിൻ്റെ താഴെയൊക്കെ വഴിപാടിന് നിൽക്കുന്നവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ക്യൂ കോംപ്ലക്സ് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മുടെ പിന്നെ ഒരു നടപ്പന്തൽ, അതായത് ഭക്തർക്ക് പ്രദക്ഷിണ വഴിയുടെ നടപ്പന്തൽ, അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് കഴിഞ്ഞുള്ളത്. അതുപോലെ തന്നെ പിന്നെ ക്യൂ കോംപ്ലക്സ്, ഈ വരുന്ന ഭക്തന്മാർക്ക് ക്യൂ നിൽക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളോടും കൂടി ക്യൂ കോംപ്ലക്സ്, ഒരുപാട് നേരം മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് ഇരിക്കാനും നല്ല ഫാനും കാറ്റും വെളിച്ചം എല്ലാം ഉള്ള ഒരു ക്യൂ കോംപ്ലക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ തുലാഭാര മണ്ഡപം, ഇതിൻ്റെയൊക്കെ നിർമ്മാണ ഉദ്ഘാടന കർമ്മമാണ് കഴിഞ്ഞ ആഴ്ച നടന്നുള്ളത്. കാടാമ്പുഴ ക്ഷേത്രം എന്ന് പറയുമ്പോൾ കൂടുതൽ വിശ്വാസികൾ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ കേട്ടറിഞ്ഞ് കാടാമ്പുഴയിലെത്തുന്നുണ്ട്. തിരുവോണത്തിന് നമ്മളിവിടെ പ്രത്യേകത, കാടാമ്പുഴ അമ്പലത്തെ സംബന്ധിച്ചോളം തിരുവോണത്തിന് പ്രത്യേകതയായിട്ടോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സദ്യക്കൊന്ന് പ്രസാദക്കൊട്ടൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുള്ളതാണ്. തിരുവോണത്തിന് അധികം ആളുകളും വഴിപാട് ചെയ്യാനില്ല, തൊഴാനാണൊക്കെ വരിക. എല്ലാവരും ഉച്ചയ്ക്കൊക്കെ വീട്ടിലെത്തണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എന്നാലും ഒരു 4,000 ആളൊക്കെ എന്തായാലും 5-10 ഒക്കെ വരും.
ഈ കിരാത രൂപത്തിലുള്ള വനദുർഗയായ പാർവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കാടാമ്പുഴയിൽ കിരാതമൂർത്തിയായ പാർവതിയുടെ പ്രതിഷ്ഠ വന്നതിനു പിന്നിൽ ശ്രീശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു കഥയാണുള്ളത്. കാടാമ്പുഴ അമ്പലത്തിന്റെ ഉത്ഭവം എന്താണെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആർക്കുമില്ല. ശ്രീശങ്കരാചാര്യർ തീർത്ഥാടനത്തിനിടെ കാടാമ്പുഴ ഭാഗത്തെത്തിയപ്പോൾ തന്റെ മുന്നിലൊരു പ്രത്യേക ജ്യോതിസ് പ്രത്യക്ഷപ്പെട്ടു. ആ ജ്യോതിസിനെ പിന്തുടർന്നു ചെന്നപ്പോൾ തേജസ് ഭൂമി പിളർന്നുണ്ടായ ഒരു ദ്വാരത്തിലേക്ക് ലയിച്ചെന്നും ധ്യാനത്തിൽ അത് കിരാത പാർവതിയാണെന്നും ത്വരിതഭാവത്തിലാണെന്നും ശങ്കരാചാര്യർക്ക് മനസ്സിലാകുകയുമുണ്ടായി. ഉടൻ തന്നെ അടുത്തുള്ള കാടാമ്പുഴ വാര്യത്ത് നിന്ന് പൂജാ സാമഗ്രികൾ നൽകുകയും വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തെന്നാണ് ചരിത്രം. ശ്രീകോവിലിനുള്ളിൽ ദേവി ലയിച്ച ആ ദ്വാരമാണ് പ്രധാന ചൈതന്യസ്ഥാനം. അതൊരു പീഠമാണ്. ഇതിനു തൊട്ടുപുറകിൽ ഒരു വാൽക്കണ്ണാടി വെച്ചിട്ടുണ്ട്. കിഴക്ക് ദർശനമാണ് പ്രധാന പ്രതിഷ്ഠ. പ്രധാന വഴിപാടായ പൂമൂടലും പൂജയുമെല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ത്വരിതഭാവത്തിലുള്ള ദേവിയായതിനാൽ ദേവിയുടെ ഉഗ്രത കുറയ്ക്കാൻ ശങ്കരാചാര്യർ ശ്രീകോവിലിനു പുറത്ത് നരസിംഹത്തെയും സുദർശനത്തെയും പ്രതിഷ്ഠിച്ചു. വനദുർഗാഭാവത്തിലുള്ള ദേവിയായതിനാൽ തന്നെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. ദേവി പ്രകൃതിയുടെ ഭാഗമാണെന്നും പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിട്ട് ഏറ്റുവാങ്ങുന്നു എന്നുമാണ് ഇതിന്റെ വിശ്വാസം. വനദുർഗയായ ദേവി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു. ദേവി ജ്യോതിസായി ലയിച്ച ആ ദ്വാരത്തിനു സമീപത്തെ വാൽക്കണ്ണാടിയിൽ ഭക്തൻ സ്വന്തം പ്രതിബിംബമാണ് ആരാധനാ സമയത്ത് കാണുന്നത്. ഭക്തനും ഭഗവതിയും ഒന്നാണെന്ന അദ്വൈത വിശ്വാസമാണ് ഇതിനു പിന്നിൽ. കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പൂമൂടലും മുട്ടറുക്കലുമാണ്. കിരാതയുദ്ധത്തിൽ അർജുനൻ ശിവനു നേരെ തൊടുത്ത അമ്പുകൾ പാർവതീദേവിയുടെ ഇച്ഛാശക്തിയാൽ തെച്ചിപ്പൂക്കളായി മാറി. ഈ ഐതിഹ്യത്തെ അനുസ്മരിച്ചുള്ളതാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ പൂമൂടൽ. ഒരു ദിവസം ഒരാൾക്കാണ് പൂമൂടൽ നടത്താൻ സാധിക്കുകയുള്ളൂ. തിടമ്പ് മാറ്റി വെള്ളിത്തളികയിൽ ചെത്തിപ്പൂക്കൾ വർഷിച്ച് ദേവിയെ മൂടുന്നതാണ് ചടങ്ങ്. തെച്ചിപ്പൂ, താമര തുടങ്ങിയ പൂക്കളുടെ അലങ്കാരമാണ് മറ്റൊരു വഴിപാട്. സ്നാനഘട്ടത്തിലാണ് പൂമൂടൽ നടക്കുന്നത്. അതിനുശേഷമാണ് അലങ്കാരം. മാലയാക്കലും അലങ്കാരവുമൊക്കെ ഈ സമയത്താണ് ചെയ്യുക. തെച്ചിപ്പൂവിനും തുളസിപ്പൂവിനുമാണ് പ്രാധാന്യം. അത് കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് മറ്റു പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നത്. ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും നീക്കാൻ ഭക്തർ ചെയ്യുന്ന പ്രധാന വഴിപാടാണ് മുട്ടറുക്കൽ. ഭൂമി, സന്താനം, വാഹനം, വീട്, വിവാഹം, വിദ്യ തുടങ്ങി പലവിധ കാര്യങ്ങൾക്കായി മുട്ടറുക്കും. ക്ഷേത്രക്കുളത്തിൽ നാളികേരം മുക്കി ശ്രീകോവിലിനു മുന്നിൽ വെച്ച് ഉടച്ചാണ് മുട്ടറുക്കൽ വഴിപാട് നടത്തുന്നത്. നാളികേരം ഉടയുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വാസം. ശാരീരിക അസുഖങ്ങൾക്കുള്ള ദേഹപുഷ്പാഞ്ജലി, ശത്രുദോഷം മാറാൻ രക്തപുഷ്പാഞ്ജലി, 3 നേരം നടത്തുന്ന ത്രികാല പൂജ എന്നിവയും കാടാമ്പുഴ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളാണ്. ശ്രീകോവിലിനുള്ളിൽ ഗണപതിയും സുബ്രഹ്മണ്യനും അദൃശ്യ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്നു. കൂടാതെ വടക്കുഭാഗത്ത് നാഗകന്യകമാരും തെക്കുഭാഗത്ത് പൂർണ്ണപുഷ്കല സമേതനായ ധർമ്മശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് സമീപം തന്നെ മാടത്തിയാർക്കാവെന്ന ശിവക്ഷേത്രവുമുണ്ട്. ഇവിടെ കിരാതമൂർത്തിയായ ശിവനാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രം കാടാമ്പുഴ ഭഗവതിയോട് ഒപ്പമെത്തിയ പരമേശ്വരന്റെ സാന്നിധ്യമായി കണക്കാക്കുന്നു. വലിയ ഉത്സവങ്ങളില്ലാത്ത ക്ഷേത്രമാണ് കാടാമ്പുഴ. വൃശ്ചിക മാസത്തിലെ കാർത്തിക, കന്നിമാസത്തിലെ നവരാത്രി എന്നിവയാണ് വിശേഷ ദിവസങ്ങൾ. വൃശ്ചികത്തിലെ കാർത്തികയാണ് ദേവിയുടെ പിറന്നാൾ. ഈ ദിവസം പ്രത്യേക പൂജകളും നടക്കും. മഹാസരസ്വതി ഭാവത്തിലുള്ള ദേവിയായതിനാൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകളും കാടാമ്പുഴ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്.